ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഷിരൂരിലെ രക്ഷാദൗത്യത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ രക്ഷാദൗത്യം ഇന്നത്തെ ദൗത്യം പുനരാരംഭിക്കാൻ പോകുന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗംഗാവലി പുഴയിൽ ബോട്ടുകൾ ഇറക്കാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് മുന്നോടിയായി അപകട സ്ഥലത്ത് അവലോകന യോഗം ചേർന്നിട്ടുണ്ട്. തെരച്ചിൽ അവസാനിപ്പിക്കരുത് എന്ന ആവശ്യം കേരളം കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീകാന്ത് ഷിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ഈശ്വർ മാൽപ്പയുടെ തെരച്ചിൽ അതാണെന്ന് അവിടെ നടക്കുന്നത്, അതിനിപ്പോൾ തുടക്കമായി കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം തന്നെ കർണാടക സർക്കാർ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണം എന്നുള്ളൊരാവശ്യം ശക്തമായി കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ അവലോകന യോഗത്തിലൊക്കെ പല ഉറപ്പുകളും ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള വിമർശനം അതിശക്തമായി ഉയർത്തുന്ന നിലയിലേക്ക് കേരളം മാറുകയാണോ ശ്രീകാന്ത്? ഈ ദൃശ്യങ്ങൾ നോക്കൂ. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈശ്വർ മാൽപ്പയുടെ സംഘം. അവരിപ്പോൾ ഈ മത്സ്യബന്ധന ബോട്ടുകൾ, ചെറിയ മത്സ്യബന്ധന ബോട്ടുകൾ ഈ ഗംഗാവാലി നദിയിലേക്ക് ഇറക്കുകയാണ്. ഗംഗാവാലി നദിയിൽ തെരച്ചിലിന് വേണ്ടിയുള്ള അവരുടെ എല്ലാ തയ്യാറെടുപ്പുകളും, ഇന്നത്തെ തെരച്ചിലിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും, കരയിലെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. ഓരോ മത്സ്യബന്ധന ബോട്ടുകൾ ആയി ഇറക്കുകയാണ്. ഏതാണ്ടൊരു 5 ബോട്ടുകൾ അവരിവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 എണ്ണം ഇറക്കി കഴിഞ്ഞു. ഇനി ബാക്കി 3 ബോട്ടുകൾ കൂടി, മത്സ്യബന്ധന ബോട്ടുകൾ കൂടി ഈ നദിയിലേക്ക് ഇറക്കും. അതിനുശേഷം ഇതിലൊന്നിൽ ഈ ഈശ്വർ മാൽപ്പെ യാത്ര തിരിക്കും. ഈ മൺകൂനയിലെത്തി അവിടെ വെച്ച് വടം ബന്ധിച്ച ശേഷമായിരിക്കും ഈശ്വർ മാൽപ്പെ പിന്നീട് ഈ നദിയിലേക്ക് എടുത്തു ചാടാൻ പോകുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, NDRFിൻ്റെയും SDRFിൻ്റെയും അതോടൊപ്പം ഈ നേവിയുടെയും സംഘം ഈ പ്രദേശത്ത് എത്തുകയും അവരിവിടെ ഈ നദിയിലെ ഒഴുക്കിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈശ്വർ മാൽപ്പയ്ക്ക് ഇതിലേക്ക് ചാടാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവർ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചത്. പക്ഷേ നേവിയുടെ ഈ ബോട്ടിന് പോലും അതിൻ്റെ എൻജിൻ ഓഫായപ്പോൾ അത് ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അവർ ഏറെ പണിപ്പെട്ടാണ് ആ ഒഴുക്കിൽ നിന്നും തിരിച്ച് കരകയറിയത്. ഇപ്പോൾ 2 ബോട്ടുകൾ, 2 മത്സ്യബന്ധന ബോട്ടുകൾ ഈശ്വർ മാൽപ്പയുടെ ടീം ഇറക്കിയിട്ടുണ്ട്. അടുത്ത ബോട്ട് ഇറക്കുകയാണ് അവർ നിലവിലിപ്പോൾ ചെയ്യുന്നത്. ഈശ്വർ മാൽപ്പെ എത്തി തൻ്റെ ടീമംഗങ്ങളോട് സംസാരിച്ചു. ശേഷം ബോട്ടുകൾ ഓരോന്നായി ഇറക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു. ഇനി ഇത് നേരെ മൺകൂനയിലെത്തിക്കും. മൺകൂനയിലെത്തിച്ച ശേഷം അവിടെ ഒരു വലിയ പാറ വന്നടിഞ്ഞിട്ടുണ്ട്. ആ പാറയിൽ ഒരു കയറിൻ്റെ ഒരറ്റം കെട്ടും. ആ കയറ് ഈശ്വർ മാൽപ്പയുടെ ശരീരത്തിൽ അരയ്ക്ക് ചുറ്റും കെട്ടിയിടും. വലിയ നീളമുള്ള കയറാണത്. അത് കെട്ടിയിടും. പിന്നീട് അദ്ദേഹം ഈ നദിയിലേക്ക് എടുത്തു ചാടും. അങ്ങനെയാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. അദ്ദേഹത്തിനൊപ്പം നേവിയുടെ ടഗി ബോട്ടുകളും ഡിങ്കി ബോട്ടുകളും അതോടൊപ്പം തന്നെ ഈ മത്സ്യബന്ധന ബോട്ടുകളും നീങ്ങും. അതാണ് നിലവിലിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ ബോട്ടുകൾ നീങ്ങി ഈ ബോട്ടുകൾ മുന്നോട്ട് കൊണ്ടുപോയി ഈ ബോട്ടുകളിൽ ഈ മാൽപ്പയ്ക്ക്, ഈശ്വർ മാൽപ്പയ്ക്ക് പിടിച്ചു നിൽക്കാനുള്ള സംവിധാനം ഒരുക്കും. വലിയ മുളങ്കമ്പുകൾ ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം കൊണ്ടുപോകുന്നുണ്ട്. ഈ മുളങ്കമ്പുകൾ കൂടി കുത്തി നിർത്തിയായിരിക്കും ഈശ്വർ മാൽപ്പയ്ക്ക് യാത്ര തിരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാൻ പോകുന്നത്. ആ സംവിധാനത്തിൽ പിടിച്ചു നിന്നായിരിക്കും ഈശ്വർ മാൽപ്പെ തൻ്റെ പ്രവൃത്തികൾ എല്ലാം ചെയ്യാൻ പോകുന്നത്. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈശ്വർ മാൽപ്പെ ടീം ബോട്ടുകൾ ഓരോന്നായി ഇറക്കുന്നതാണ്. റീജിത്ത്. ശ്രീകാന്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷിരൂരിലെ തെരച്ചിൽ, അതിന് ഈശ്വർ മാൽപ്പയുടെ സംഘം ഇറങ്ങാൻ പോവുകയാണ്. അതിന് സജ്ജമായി അവർ നദിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോട്ടുകളിൽ അവിടേക്ക് എത്തുക, അതിനുശേഷം തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇന്നലെ 6 തവണയാണ് ഈശ്വർ മാൽപ്പെ ഡൈവ് ചെയ്ത്, പക്ഷേ പ്രതീക്ഷ നൽകുന്ന ഒന്നും ആ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴും അതിശക്തമായ കുത്തൊഴുക്ക് ഗംഗാവലി പുഴയിലുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് ഇന്നും ഈശ്വർ മാൽപ്പയുടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസ്കിലാണ് അദ്ദേഹം ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. സഹായത്തിന് നേവിയും NDRFും SDRFും ഒക്കെ ഉണ്ട്. അവർ നേരത്തെ പുഴയിലെ കുത്തൊഴുക്ക്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സംഘം ഇന്നത്തെ തെരച്ചിലിനായി ഇറങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നവിടെ നടക്കുന്ന തെരച്ചിൽ, ഈശ്വർ മാൽപ്പയുടെ തെരച്ചിൽ മാത്രമാണ് ഒരു നടപടി എന്നുള്ള നിലയിൽ, ഒരു ശക്തമായ തെരച്ചിൽ നടപടി എന്നുള്ള നിലയിൽ അത് മാത്രമാണ് അവിടെ നടക്കുന്നത്. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്,
തുടരാം. അപ്പോഴും ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇന്നലത്തേതിന് സമാനമായ സാഹചര്യം തന്നെയാണ്. ഇന്നലെ 6 തവണയോളം ഡൈവ് ചെയ്തതാണ്. പക്ഷേ പുഴയിൽ വിസിബിലിറ്റി ഇല്ലാത്ത പ്രശ്നമുണ്ട്. കാര്യമായൊന്നും ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ഇന്ന് തെരച്ചിൽ തുടരുന്നുണ്ട് പ്രതീക്ഷയോടുകൂടി തന്നെ. അതിനുള്ള വെല്ലുവിളി ഒരുപാട് വെല്ലുവിളികൾ മുമ്പിലുണ്ടല്ലോ ശ്രീകാന്ത്. ഇനിയെങ്കിലും നമ്മൾ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. കാരണം ഇതിപ്പോൾ 13-ാം ദിവസമാണ്. ഇനിയും നമ്മൾ പ്രതീക്ഷ നൽകിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ഇവിടെ നിന്നും നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഇനിയും നമ്മൾ പ്രതീക്ഷ നൽകിയിട്ട് കാര്യമില്ല. കാരണം അത് ഉൾക്കൊള്ളേണ്ട സമയമായിരിക്കുന്നു. ഈ കർണാടകത്തിൽ നിലവിലവർ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന മൂഡിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. കേരളം ഇപ്പോൾ അതിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ മന്ത്രിമാർ ഇവിടെ എത്തി ചർച്ച നടത്തിയ ഘട്ടത്തിൽ അവർ ആ യോഗത്തിൽ തീരുമാനിച്ച പല കാര്യങ്ങളും ഇവിടെ നടപ്പാകുന്നില്ല. ഈ ഫ്ലോട്ടിംഗ് പൊണ്ടൂൺ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അത് നടപ്പായില്ല. വലിയ ക്രെയിൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അതിന് സാങ്കേതിക തടസ്സം പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു, യോഗത്തിൽ തീരുമാനമെടുക്കും. പക്ഷേ ഒരൊറ്റ കാര്യം പോലും നടക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഈ ഘട്ടത്തിൽ അംഗീകരിക്കണം. ആകെ നടന്നത് ഈശ്വർ മാൽപ്പയുടെ ടീം ഈ തെരച്ചിലിനിറങ്ങുന്നു എന്നുള്ളതാണ്. അതുമാത്രമാണ് ഇവിടെ നടക്കുന്നത്. മറ്റൊരു വർക്കും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഉൾക്കൊള്ളണം. വലിയ പ്രതീക്ഷ ഇക്കാര്യത്തിൽ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷ പതിയെ മങ്ങിത്തുടങ്ങുന്നു. ആ യാഥാർത്ഥ്യത്തോട് നമ്മൾ പൊരുത്തപ്പെട്ടേ മതിയാകൂ. കർണാടകയിലെ ഇപ്പോഴത്തെ ഇവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ, രീതി കാണുമ്പോൾ ഈ തെരച്ചിൽ അവർ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മാൽപ്പയെ കൊണ്ട് 1-2 തവണ കൂടി ഇവിടെ പരിശോധന നടത്തിക്കുക. അതിനപ്പുറത്തേക്ക് അവരുടെ മുന്നിൽ മറ്റ് തുടർ നടപടികൾ ഒന്നും തന്നെയില്ല. അവർ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ തീരുമാനിച്ചതായി നമുക്ക് അറിവുമില്ല. ഉന്നതതല യോഗമൊക്കെ നടന്നിരുന്നു. ആ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കേരളം. കൂടുതൽ കാര്യക്ഷമമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൗത്യം നിർത്തരുതെന്നും അത് തുടരണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ശ്രീകാന്താണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ തെരച്ചിലിന്റെ 13-ാം ദിനത്തിൽ ഈശ്വർ മാൽപ്പെ തെരച്ചിലിനിറങ്ങുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടത്.